ഇന്ന് നമ്മുടെ കിച്ചണിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലസ്സിന് തയ്യാറാക്കുന്നത്. ഇപ്പം മാമ്പഴ സീസണുള്ളപ്പോൾ നമുക്ക് മാമ്പഴം കൊണ്ട് നല്ലൊരു ലസ്സി തയ്യാറാക്കാം. നമ്മൾ വീട്ടിൽ ഈ ചൂട് കാലത്ത് ഇങ്ങനെ ലസ്സിയൊക്കെ തയ്യാറാക്കുന്നത് ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പം നമ്മൾ ഇതുപോലെ വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കി കുടിക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. 2 മിനിറ്റ് മതി നമുക്ക് ഈ ലസ്സി തയ്യാറാക്കാനായിട്ട്. അപ്പം നമ്മൾ ലസ്സി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ലോണം പഴുത്ത മൂവാണ്ടൻ മാങ്ങിയത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ തൊലി ചെത്തി കഷ്ണങ്ങളാക്കിയത്, 1 കപ്പ് തണുത്ത തൈര്, പുളി കുറഞ്ഞതാണ് നല്ലത്, തണുത്ത പാല് 1/2 ഗ്ലാസ്, പഞ്ചസാര ആവശ്യത്തിന്. ആദ്യം മിക്സിയുടെ ജാറെടുത്ത് നമുക്ക് ചെത്തി വെച്ച മാങ്ങയും കഷ്ണങ്ങളും അതുപോലെ തൈരും പാലും പഞ്ചസാരയും 1 നുള്ളു ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാനായിട്ട്. നല്ലൊരു ഫ്ലേവറിന് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതിനത് അതും കൂടി ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലോണം ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്കൊക്കെ മാറ്റാം. അപ്പം നമ്മുടെ ലസ്സി തയ്യാറായിട്ട് ഈ ചൂട് കാലത്തൊക്കെ ഇതുപോലെ ജ്യൂസായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ്, ബോഡിക്ക് നല്ല തണവാണ്. അതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും കളറിനുള്ളത് ഒന്നും ചേർത്തിട്ടില്ല. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലസ്സിയാണിത്. നോർത്ത് ഇന്ത്യൻസിലൊക്കെ ഈ ലസ്സികൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ചൂട് കൂടിയ കാരണം ഇതുപോലെ ലസ്സികളൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യും. നല്ല തണുത്തിട്ട് കഴിക്കുന്നതിന് രുചി ഉണ്ടാവുക. അപ്പം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മാങ്ങ മുറിച്ചിട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പം എങ്ങനെയാ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാട്ടോ, പിസ്ത ഏതാ വേണമെങ്കിൽ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് 4 കുങ്കുമപ്പൂ ഇട്ടിട്ടും ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ലസ്സി നല്ല റിച്ചായി നല്ല ഹെൽത്തി ആയിട്ടുള്ള ലസ്സി ഇതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കുക. ഈ ചൂട് കാലത്തൊക്കെ ഇങ്ങനെ ഇതുപോലെ ലസ്സി ഉണ്ടാക്കി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ശരീരം തന്നെ തണുക്കും. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.